ഗുഡ് മോർണിംഗ്. സമയം 4:45. ഒരു ഔട്ടിങ്ങിന് പോവാണ്. ഒരു 1 ഡേ ടൂർ. ചിലപ്പോൾ അത് 2 ഡേ ആയിരിക്കും, ചിലപ്പോൾ അത് 3 ഡേ ആയിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ പുലർച്ചിറങ്ങാന്ന് കരുതി. അപ്പോൾ സമയം 4:45. കുളിച്ച് ഫ്രഷായിട്ട് വേണം ഇറങ്ങാൻ. ഉറക്ക് വന്നിട്ട് കണ്ണിങ്ങനെ തുറക്കാൻ പറ്റുന്നില്ല, എന്നാലും തുറന്നല്ലേ പറ്റൂ. അപ്പോൾ എല്ലാവരോടും ഒരു ഗുഡ് മോർണിംഗ് പറയുകയാണ്. ഐഷോ ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഓക്കെ, അങ്ങനെ ദേ വീട്ടിൽ നിന്ന് റെഡിയായി ഇറങ്ങുകയാണ്. ഭയങ്കര ഉറക്കക്ഷീണം. എന്നാൽ എല്ലാവരും പെട്ടെന്ന് കിടന്നുറങ്ങി. എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ ഗുളിക റിപ്പീറ്റ് ചെയ്തു. അതിൻ്റെ ക്ഷീണം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. വണ്ടിയിൽ നിന്ന് കിടന്നുറങ്ങി പോകുന്ന അവസ്ഥയാണ്. കേൾക്കുന്നത് ആരെ. അപ്പം അതേ ഗുണ്ടൽപേട്ട് ടൂർ ഇവിടെ ആരംഭിക്കുകയാണ്. വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങാൻ പോവാണ്. സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി ഇനി ഇറങ്ങിയാൽ മാത്രം മതി. എൻ്റെ ബാക്കിൽ കണ്ടോ കണ്ണന്മാർ. കണ്ണൻസ് ബൈ ദ ബൈ ബൈ പറയുന്നത് എങ്ങനെയാണ്? ഓക്കെ, അങ്ങനെ ദേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ കുറ്റിയാടി ചുരം വഴിയാണ് പോകുന്നത്. താമരശ്ശേരി ചുരത്തിൽ ബ്ലോക്കായി, അവിടെ എന്തോ മണ്ണിടിഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ ദിവസമായി ബ്ലോക്കായി കിടക്കുന്നു. അപ്പോൾ കുറ്റിയാടി ചുരം വഴി പോകുന്ന പോക്കിൽ എവിടെയെങ്കിലും പഴംപൊരിയും ചായ ഉണ്ടെങ്കിൽ ഇനി മേടിച്ച് തരണം. അല്ലാണ്ട് ഇപ്പം അട്ടപ്പോലർച്ചക്ക് ഇനി വേറെ എന്തോ തിന്നുവോ? ഏടൊക്കെ ഉണ്ടാവുന്ന എന്തൊക്കെ സാധനം തിന്നാനാവില്ല. അത് അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന പറയുന്ന കോഴിക്കോട് ചേച്ചേ രാവിലെ ബീഫ്, ചിക്കൻ, എല്ലാ സകല സാധനം ഉണ്ടാവില്ല. അങ്ങനെയാണ്. അതെന്തെങ്കിലും കിട്ടിയാലൊന്ന് കുടിക്കാം. അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പണി വേറെ കിട്ടും. ഞാൻ മെല്ലെ സീറ്റ് താത്തിട്ടിട്ട് ഞാൻ ഓക്കെ ചേട്ടാ. ഗൈസ്, അവസാനം ഞാൻ പൈമ്പൊരി കണ്ടു ഗൈസ്. ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്നു. മേഡം ഹായ്, പൈമ്പൊരി വേണ്ടേ? വാ, ഞാൻ കേറിപ്പം കിടന്നുറങ്ങുന്നുണ്ട് ഗൈസ്. ഇപ്പൊ നമ്മളോ ഇവിടെ നടുവയൽ കെണിച്ചിറ നനഞ്ഞോ? ഇങ്ങോട്ട് വാങ്ങിക്കോളാം മതിയോ?
നല്ല മഴ അല്ലേ? ചായ കുടിച്ചു. കറികളി മഴയുമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നല്ല ഉറപ്പുറങ്ങിട്ട് എന്നപ്പാ അത് തന്നിട്ടില്ലേ പോവാ. ചായയൊക്കെ കുടിച്ചു. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? സമയം എന്തായി? 7:40. അങ്ങനെയാണ്. ഓക്കെ, ബൈ. ഫുള്ള് മാങ്കൂട്ടം. സമ്മേളനത്തിന് ഞാൻ വന്നാൻ തോന്നുന്നു. എന്തിന്റെ സമ്മേളനമാണ്? നമ്പുരാനുണ്ട്, അത്രയുണ്ട്. അങ്ങനെ ചെക്ക് പോസ്റ്റ് നമ്മള് ഫോറസ്റ്റിലേക്ക് കയറുകയാണ്. തങ്ങ ഇവിടെ തന്നെ കുറെ ആയിരം കാണും. ഇതാണ് ആർ ടി ഒ ചെക്ക് പോസ്റ്റ്. നമ്മൾ പെർമിറ്റ് വണ്ടി ടാക്സി ആയിട്ട് വരുമ്പോൾ നമ്മൾ കയറിയിട്ട് വെച്ചിട്ട് വേണം. നമ്മൾ കേരളം വിട്ടു ഗായ്സ്. കർണാടകയിലെത്തി. എത്തുന്നു. കർണാടകയും കേരളവും വല്ലാത്ത രീതിയിൽ. ഇനി അങ്ങോട്ടുള്ള ഗുണം വെച്ചാൽ നല്ല റോഡായിരിക്കും. അനിമൽസിനെ എന്തിനെങ്കിലും കാണുമോ എന്നറിയില്ല. ഇപ്പം മാനെ കണ്ടു. ഭാഗ്യമുണ്ടേ എന്തിനെങ്കിലും കാണാം. എന്നിട്ട് വേണം ഫോണും എടുത്തോ. ആന ക്രോസ് ചെയ്യുന്ന റോഡാണ് എന്ന് കാണിച്ചിട്ട് എന്നല്ലാതെ ഇതുവരെ ഒരാനനെ നമ്മൾ കണ്ടിട്ടില്ല. പോയാ മാനിനെ കണ്ടു, കുരങ്ങനെ കണ്ടു, പക്ഷെ ആനനെ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നല്ല അടിച്ചുപൊളി റോഡാണ്. ഫോറസ്റ്റ് മുഴുവനും കാടാണ്. അവരെന്താ വണ്ടി ഇരിക്കുന്നേ? എന്തോ അവിടെ എവിടെയോ ഉണ്ട്. അല്ലപ്പോ നീ പറപ്പിക്കല്ല.
അവിടെ ചെന്തോ ഉണ്ടായിരിക്കും. വണ്ടി തിരിച്ചിട്ടിട്ടൊക്കെ പോകുന്നേ. ഞാൻ ഒരു സമയത്ത് ഡ്രൈവിങ് എഴുമാക്കിയ ഒരു സ്ഥലം കൂടിയാണ് ഇത്. മുത്തങ്ങ കൂടിയായിരുന്നു ഞാൻ വണ്ടി എഴുമാക്കിയത്. ആൾട്ടോ ആൾട്ടോ അല്ലേ? ആൾട്ടോ അല്ലേ? ആൾട്ടോ. മുത്തങ്ങ കൂടിയാണ് വണ്ടി എഴുമാക്കിയത്. എന്തെങ്കിലും കാണുക വെച്ചാ കാണിച്ചു തരാം കേട്ടോ. കാട്ടി 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 കൊമ്പൊക്കെ നോക്കിയേ. രക്ഷയില്ല. ഇരിക്കുന്നുണ്ടോ? ഇപ്പൊ കറക്റ്റ് കാണും. നമ്മളെ തന്നെയാട്ടോ നോക്കുന്നത്. ഇതൊരു ഭയങ്കര തീറ്റിയാ. താടി അങ്ങോട്ടാട്ടെ. ഞാനങ്ങ് എടുത്താ പോരെ.